നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ഗൗതമിന്റെ ഹോംനെസ് എന്നൊക്കെ വസു പറയും. നിന്നെ ആ റൂമിന്റെ ഏരിയ കണ്ടുപോരുത്. ഈ കണ്ടീഷൻസ് ഒക്കെ നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ റൂം കാണിച്ചു തരാം. എല്ലാം ഓക്കെ നിധി, ഞാനൊരു ശല്യത്തിന് വരില്ല. എങ്കി വാ. പ്രണവ്, എന്റെ ബാഗ് ഒന്ന് എടുക്കൂ. ഇതാണോ എന്റെ റൂം? നിന്റെ റൂമല്ല, ഇത് ഇവിടുത്തെ ഗസ്റ്റ് റൂമാ. നീ എന്തിനാ എന്നെ ഗസ്റ്റ് ആയിട്ട് കാണുന്ന നിധി? നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ മനസ്സ് മാറി തെറ്റുകൾ തിരുത്താൻ തയ്യാറാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് തെറ്റി. നിനക്കൊരു മാറ്റമില്ല ശിവാനി. നീ പഴയതുപോലെ ഇപ്പോഴും അഭിനയിക്കുകയാണ് സ്വന്തം ജീവിതത്തില്. അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത് നിധി. ആ ജീവിതം പാടെ വെറുത്തവളാ ഞാൻ. നിന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ശിവാനി കള്ളവും കാപട്യവും ഇല്ലാത്തവളാ. എന്നിട്ടാണോ വസുന്ധര ആന്റിയോട് പച്ച കള്ളം പറഞ്ഞ് അവിടെ കപട നാടകം ആടിയത്? ഞാനോ? നാടകോ? അതെ, ഗൗതം സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിയതെന്ന് പറഞ്ഞത് കള്ളമല്ലേ? അവൻ നിന്നെ സിനിമയിൽ അഭിനയിക്കാമെന്ന് വാഗ്ദാനം തന്നു കൊണ്ടുപോയി. ഈ കുടുംബത്തിലെ 100 പവൻ സ്വർണവും നീ എടുത്തു. എന്നിട്ട് യാതൊരു ഉളുപ്പും കൂടാതെ ഗൗതം സാറിന്റെ ജീവൻ രക്ഷിച്ച മാലാഖ ചമയാൻ നിനക്ക് നാണമില്ലേ? നീ പറഞ്ഞത് ശരിയാ. എനിക്ക് വലിയ കള്ളം പറയേണ്ടി വന്നു. പക്ഷെ അതെന്റെ ഗതികേട് കൊണ്ടാ. എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത്. നിലനിൽപ്പിന് വേണ്ടി കാല് പിടിച്ച് കെഞ്ചം, പക്ഷേ പച്ച കള്ളം പറയാൻ പാടില്ല. നീ പറഞ്ഞത് ഇവിടെ ആരും വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് നീ ഇപ്പൊ അവരുടെ മുൻപിൽ കൂടുതൽ മോശക്കാരിയായി. എനിക്കിവിടെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. വസുന്ധര ആന്റി ഒഴികെ മറ്റാര് വിചാരിച്ചാലും എന്നെ പുറത്താക്കാനാവില്ല. നിന്നെ അമ്മയെയും ഫ്ലാറ്റിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ അത് സമ്മതിച്ചതുമല്ലേ? എന്നിട്ടും എന്തിനാ കള്ളം പറഞ്ഞിവിടെ കടിച്ചു തൂങ്ങി നിന്നത്? വസുന്ധര ആന്റി എന്നോട് നിന്നോളം പറഞ്ഞല്ലോ. പിന്നെ നിനക്കെന്താ കുഴപ്പം? നീ നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. പക്ഷെ എന്തെങ്കിലും ഗൂഢലക്ഷ്യം മനസ്സിൽ വെച്ചാണ് ഈ വരവെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേക്കണം. അതൊന്നും ഇവിടെ നടക്കില്ല. നടത്തില്ല ഞാൻ. ശിവാനി, ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവിടെ അതിഥികൾക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്താറില്ല. ഞാൻ അതിഥിയല്ലേ പ്രണവ്, ഈ കുടുംബത്തിലെ അംഗമാണ്. പ്രണവ് ഒരു നല്ല മനുഷ്യനാ. ഗൗതമിനേക്കാൾ നന്മയുള്ളവൻ. ഞാനിവിടെ നിൽക്കാൻ തന്നെ കാരണക്കാരൻ പ്രണവാ. താനിവിടെ എത്തണമെന്നുള്ളത് ദൈവനിശ്ചയ. ഞാൻ അതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഈ എളിമ മനുഷ്യരുടേതല്ല, ദൈവങ്ങളുടേതാ. പ്രണവ് എനിക്ക് ദൈവത്തെ പോലെയാ.
ഒന്നമ്പര. ഒരു സൈഡ് ട്രാക്ക്. മെയിൻ ട്രാക്കിലെ നായകൻ ഗൗതം തന്നെ. ശിവാനി ഒരു വിഷപ്പാമ്പാ. വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അറിഞ്ഞു വെച്ചിട്ടും നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അവളിവിടെ കാലുകുത്താൻ പോലും വസുന്ധരാന്റെ സമ്മതിക്കില്ല എന്നാ ഞാൻ കരുതിയത്. ആന്റിയുടെ മനസ്സ് ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാറ് പറഞ്ഞതുപോലെ അമ്മായിക്കും ശിവാനിക്കും താമസിക്കാൻ പ്രണവ് ഫ്ലാറ്റ് വരെ റെഡിയാക്കിയതാ. പാറുവിന്റെ അതേ സ്വഭാവം അവന്. ആരുടെങ്കിലും കണ്ണീര് കണ്ട അവന്റെ മനസ്സറിയും. കേട്ടെടുത്തോളം അവനിലൂടെയാണ് ശിവാനി ഇവിടേക്കുള്ള വഴി വെട്ടിയെന്ന് തോന്നുന്നു. പ്രണവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശിവാനിയുടെ സ്വഭാവം അവന് ശരിക്കും അറിയില്ല. അനുഭവം വരുമ്പോൾ പഠിച്ചോളൂ. അവൻ മാത്രമല്ല, കരിമൂർഖനാണ് പാലും മുഴുവൻ കൊടുക്കുന്നതെന്ന് അമ്മയ്ക്കും മനസ്സിലാവും. ശിവാനി ഇവിടെ കയറി പറ്റിയതില് സാറിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്തിന്? നിനക്ക് ഈ കുടുംബത്തോടുള്ള കൂറ് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ദോഷം വരാൻ നീ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ശിവാനിയെ സഹിക്കുക എന്നത് നമ്മുടെ വിധിയാ. എന്റെ ആക്സിഡന്റും സർജറിയും ഒക്കെ സഹിച്ചില്ലേ, അതുപോലെ ഒരു ദുർവിധിയാണ് ശിവാനി എന്ന് നമുക്ക് കരുതാം. എവിടെ പോകുന്നു? വാഷ്റൂമിലേക്ക്. ഈ സാരി ഒന്ന് മാറണം. അതിനെന്തിനാ വാഷ്റൂമിൽ പോകുന്നത്? ഇവിടെ വെച്ച് മാറിക്കോ. ഞാൻ ഇത് കണ്ണടച്ച് നിന്നോളാം ഇങ്ങനെ. അയ്യടാ, ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണല്ലേ? ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നെ ചീത്ത വിളിക്കുമെന്നാ ഞാൻ കരുതിയത്. ചീത്ത വിളിക്കാനോ? എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന സാറിനെയോ? നീയുമായിട്ട് വഴക്കിടാത്തോണ്ട് ഒരു എനർജി കിട്ടുന്നില്ല. വൈഫ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് മുമ്പ് പറഞ്ഞത് തെറ്റായിരുന്നു. ഫൈറ്റ് വിത്ത് വൈഫ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ആ ഫൈറ്റ് എനർജി കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കും. ഇനി സാറ് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുമ്പോഴേ ഞാൻ വഴക്കിടും. അയ്യോ, അത് പറ്റില്ല. പറ്റും. വേഗം എഴുന്നേറ്റാലേ എന്നോട് വഴക്കിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിനെ പ്രചോദിപ്പിച്ചാ മതി. അപ്പൊ സാർ ഓടി പാഞ്ഞു വരും. മുന്നിൽ രണ്ടു ചെമ്പരത്തി മിന്നി നിൽക്കണ്, നമ്മളെ തനിച്ചു കണ്ട കാര്യമോദണ്. വെണ്ണിലാവ് താഴെ വന്നു ചാരി നിൽക്കണ്, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. തൊട്ടു നോക്കവേ ഇത്തിരി കൊളിർത്തൊടുത്തു തത്തി നിൽക്കണ്. ഒരു വിഷപ്പാമ്പ് വീട്ടിൽ കയറി കൂടിയ അവസ്ഥയാ. ഈ ശിവാനി ഇവിടുന്ന് എങ്ങനെ പുറത്താക്കും? അവൾ കുഴപ്പക്കാരിയാണെന്ന് വസുവിന് തന്നെ ബോധ്യപ്പെടണം. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. വസു 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 എന്തു പറഞ്ഞാലും രാമനാമം പോലെ ഉരുവിട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇത്തിരി സ്ട്രോങ് ആയിട്ട് പെരുമാറിയിരുന്നെങ്കിൽ അവൾ ഇവിടെ നിൽക്കില്ലായിരുന്നു. ശിവാനിയുടെ കാര്യത്തിൽ അങ്കിള് മാത്രമല്ല, ഇവിടെ എല്ലാവരും കുറ്റക്കാരാ. വസുന്ധര ആന്റി അവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എന്തിനാ മോളെ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയ പോരായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവിടേക്ക് അവളെയും കൂട്ടിക്കൊണ്ടു വരുമ്പോ വസുന്ധര ആന്റി അമ്പിനും വില്ലിനും അടുക്കില്ല എന്നാ ഞാൻ കരുതിയത്. ഒരു ബാധ്യത ഒഴിവാക്കുന്നത് പോലെയാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവളുടെ കപട നാടകത്തിൽ ആന്റി വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കപട നാടകമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? കല്യാണ ദിവസം നടന്നതിനെ കുറിച്ച് അവള് പറഞ്ഞത് പച്ച കള്ളമല്ലേ? എനിക്ക് വേണ്ടിയിട്ടാണോ അവള് മണ്ഡപം വിട്ടുപോയത്? ആ വാക്കുകളിൽ തന്നെ അവൾ അഭിനയിക്കുകയാണെന്ന് സൂചനയുണ്ട്. ആ ഡ്രാമയില് വസുന്ധര ആന്റി എങ്ങനെ വീണു? ഇനി വസു നമ്മുടെ മുമ്പിൽ ഡ്രാമ കളിച്ചതാണോ?